അത് ആകാശത്തെ പറ്റിയാണ്. കൂട്ടുകാരെ, നമ്മുടെ തലക്ക് മുകളിൽ കാണുന്ന ഈ വലിയ ആകാശം ഒരു കാഴ്ചയല്ല, അതൊരു വലിയ അത്ഭുതമാണ്. നമ്മുടെ വീടിനു മുകളിൽ മേൽക്കൂര ഉള്ളതുപോലെ ഭൂമിക്ക് മുകളിൽ അല്ലാഹു ഒരു വലിയ മേൽക്കൂര വെച്ചിട്ടുണ്ട്. അതിനാണ് ആകാശം എന്ന് പറയുന്നത്. എത്ര വലിയ കുടയായാലും അത് നിലനിർത്താൻ ഒരു പിടി വേണം. പക്ഷേ അല്ലാഹു ആകാശത്തെ യാതൊരു തൂണുകളും ഇല്ലാതെയാണ് പിടിച്ചിരിക്കുന്നത്. എന്ത് അത്ഭുതമാണ് അല്ലേ? അല്ലാഹു ഒരൊറ്റ ആകാശമല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. 7 ആകാശങ്ങൾ അടുക്കുകളായി ചിരിക്കുന്നു. ഓരോ ആകാശവും അതിനേക്കാൾ മനോഹരമാണ്. അല്ലാഹുവിന്റെ കഴിവ് എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ. ആകാശത്തുനിന്ന് മഞ്ഞ് പോലുള്ള വെള്ളമേഘങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലാഹു ആ മേഘങ്ങളിലൂടെയാണ് ഭൂമിയിലേക്ക് മഴയെ അയക്കുന്നത്. ആ മഴ ാണ് ചെടികളും മരങ്ങളും പൂക്കളും ഉയർക്കുന്നത്. ആകാശം അല്ലാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമാണ്. ഇരുട്ട് വീഴുമ്പോൾ ആകാശം കറുത്ത തുടുപ്പ് പോലെയാകും. അതിൽ അല്ലാഹു 1000 കണക്കിന് നക്ഷത്രങ്ങളെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. ആ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് നമുക്ക് സന്തോഷം തോന്നും. കൂട്ടുകാരെ, ആകാശത്തേക്ക് ഒന്ന് നോക്കൂ. അതിൽ എവിടെങ്കിലും ഒരു വിള്ളലോ കോറലോ കാണുന്നുണ്ടോ എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കാതെ എത്ര ഭംഗിയായാണ് അല്ലാഹു അതിനെ നിലനിർത്തുന്നത്. എപ്പോഴൊക്കെ നമ്മൾ ആകാശത്തേക്ക് നോക്കുന്നവോ അപ്പോഴൊക്കെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ എന്ന് പറയാം. അല്ലാഹു ഉണ്ടാക്കിയ ഈ മനോഹരമായ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം. ആകാശത്തെ നോക്കി